ഗൈസ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാച്ചുലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി വേഴ്സസ് BASLP, ബാച്ചുലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി. കാരണം ഒരുപാട് കുട്ടികൾ നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള BASLPയുടെയും BOTയുടെയും രണ്ട് വീഡിയോസും കണ്ടിട്ട് പൊതുവെ ഡൗട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, BASLP ആണോ അതോ BOT, ബാച്ചുലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി ആണോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്രോഗ്രാം എന്നുള്ളത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിനുള്ള ഒരു ഉത്തരം കിട്ടും, അത് ഉറപ്പാണ്. കാരണം രണ്ട് കോഴ്സിനെ കുറിച്ചിട്ടും ഒരു കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് കോഴ്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് കോഴ്സും റിലേറ്റഡ് ടു റീഹാബിലിറ്റേഷൻ സയൻസ് തന്നെയാണ്. രണ്ട് കോഴ്സും പാരാമെഡിക്കൽ കോഴ്സ് ആണ്. ഇപ്പൊ നിങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സും ഒരു മെഡിക്കൽ കോഴ്സും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറയുമ്പോൾ അത് കുറച്ചും കൂടി ഈസിയാണ് കമ്പയർ ചെയ്യാൻ. കാരണം രണ്ടും രണ്ട് ഏരിയയിലാണ് ജോലി ചെയ്യുന്നത്, രണ്ടും രണ്ട് സെക്ടറാണ്. മെഡിക്കൽ മേഖലയിൽ ഒരേ ഏരിയയിൽ ഒരേ സെക്ടറിൽ തന്നെ ജോലി ചെയ്യുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് ഇത് കമ്പയർ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ടാണ് പല കുട്ടികളും നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്, അതായത് BASLP ആണോ BOT ആണോ ബെറ്റർ. വാട്സപ്പ് മെസ്സേജ് ഒക്കെ നോക്കുന്ന സമയത്ത് ഒത്തിരി കുട്ടികൾ ചോദിക്കുന്നതാണ് വിച്ച് വൺ ഇസ് ബെറ്റർ, BOT ഓർ BASLP. അപ്പൊ ഈ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അപ്പൊ രണ്ട് കോഴ്സും അടിപൊളി പ്രോഗ്രാം ആണ്. രണ്ട് കോഴ്സിന്റെ ഡ്യൂറേഷൻ നോക്കുമ്പോൾ BOT എന്ന് പറയുന്ന കോഴ്സ് 4.5 years വരുന്നുണ്ട്. 4 വർഷത്തെ തിയററ്റിക്കൽ പഠനവും പ്ലസ് ഒരു 6 മാസത്തെ ഇന്റേൺഷിപ്പും BOTക്ക് വരുന്നുണ്ട്. BOT പഠിക്കാൻ BASLPയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ BOT പഠിക്കാൻ കുറച്ചും കൂടി ടഫാണ്. കാരണം 4 വർഷത്തെ തിയറി മാത്രം വരുന്നുണ്ട്, അതിന്റെ പുറമെ 6 മാസത്തെ ഇന്റേൺഷിപ്പും വരുന്നുണ്ട്. പക്ഷെ BASLP എന്ന് പറയുന്നത് കുറച്ചും കൂടി തിയററ്റിക്കലി കുറച്ചും കൂടി ലൈറ്റർ ആണ്. കാരണം 3 വർഷത്തെ തിയറിയും പ്ലസ് 1 year ഇന്റേൺഷിപ്പുമാണ് BASLPക്ക് വരുന്നത്. മൊത്തം 4 വർഷമാണ്. ഈ രണ്ടിന്റെയും ജോബിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. BOT എന്ന് പറയുന്നത് ഒക്യുപ്പേഷണൽ തെറാപ്പി ആണ്. നമുക്കിപ്പോൾ ഈ ചില പേഷ്യൻസ് ഉണ്ടാവും ബുദ്ധിമാന്ദ്യം, അല്ലെന്നുണ്ടെങ്കിൽ പല ഒക്യുപ്പേഷനും അല്ലെങ്കിൽ പല ജോലികളും ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിനെ ഒക്യുപ്പേഷൻ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് BOT, ബാച്ചുലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. BASLP എന്ന് പറയുമ്പോൾ കേൾവി ശക്തിക്ക് ബുദ്ധിമുട്ടുള്ളതും അല്ലെങ്കിൽ സംസാരശേഷി ബുദ്ധിമുട്ടുള്ള ഇപ്പോൾ വിക്കൊക്കെ ഉള്ള കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ പേഷ്യൻസ് ഉണ്ടാവും. ഇവർക്ക് കേൾവി ശക്തിയും സംസാരശേഷിയും ഇംപ്രൂവ് ചെയ്ത് കൊടുക്കുന്നത്, അതായത് തെറാപ്പിയിലൂടെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവരെ ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് എത്തിക്കുന്ന പ്രൊഫഷനാണ് ആര്, BASLP എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ രണ്ട് കോഴ്സിന്റെയും ജോബ്. ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക, രണ്ടും നിങ്ങൾ കണ്ടു നോക്കുക, എന്നിട്ട് കമ്പയർ ചെയ്യുക. അപ്പൊ ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് ഇപ്പൊ പഠിക്കാൻ കുറച്ചും കൂടി ടൈറ്റ് ആവുക BOT ആയിരിക്കും, കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് BASLP ആയിരിക്കും. ഈ രണ്ട് കോഴ്സും ഭയങ്കര ടൈറ്റ് ആണ് നമ്മുടെ നാട്ടിൽ അഡ്മിഷൻ കിട്ടാൻ. കാരണം BOTക്ക് ആകെ 60 സീറ്റ് മാത്രമേ കേരളത്തിലുള്ളൂ. കോളേജിന്റെ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ BASLPക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വെറും 157 സീറ്റ് മാത്രമേ കേരളത്തിലുള്ളൂ. അപ്പൊ 157 കുട്ടികൾ, അതായത് 160ഓളം കുട്ടികൾ BASLPയും 60 കുട്ടികൾ BOT, ബാച്ചുലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി മാത്രമാണ് കേരളത്തിൽ പഠിക്കുന്നത്. അപ്പൊ ഇത് ഭയങ്കര റയർ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഇതിന്റെ ജോബും അതേപോലെ തന്നെ റയർ ആയിട്ടുള്ള ജോബാണ്. നമ്മൾ സാധാരണ കാണുന്ന പോലെ നഴ്സിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് പോലെ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് പോലെ ഒരുപാട് ജോലികളൊന്നും അല്ലെങ്കിൽ ഒരുപാട് ഏരിയയിൽ ഒരുപാട് നമ്പർ ഓഫ് എംപ്ലോയേഴ്സിന് വേണ്ട ഒരു പ്രോഗ്രാം അല്ല BOT BASLP എന്ന് പറയുന്നത്. ഇതൊരു സ്പെസിഫിക് ഏരിയയിൽ സ്പെസിഫിക് ആയിട്ട് വരുന്ന പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അപ്പൊ ആ ഏരിയയിൽ റീഹാബിലിറ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ രോഗങ്ങൾ മാറ്റിക്കൊടുക്കാനുള്ള കഴിവും അതിനുള്ള എബിലിറ്റി ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമാണ് BASLP അല്ലെങ്കിൽ BOT എന്ന് പറയുന്ന പ്രോഗ്രാം. അതുപോലെ തന്നെ ഈ കോഴ്സിന്റെ അഡ്മിഷൻ പ്രോസസ്സ് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് പ്രോഗ്രാമും ഒരേപോലെ തന്നെയാണ്. ഇതിന്റെ അഡ്മിഷൻ പ്രോസസ്സ് LBS വഴി തന്നെയാണ് ഇതിന്റെ അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ജോബ് റോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന്റെ വർക്കിംഗ് നേച്ചർ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിലോ ക്ലിനിക്കുകളിലോ വർക്ക് ചെയ്യുന്നതാണ്. രണ്ട് കോഴ്സിനും ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ ക്ലിനിക്കുകളിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ജോബും ജോബ് പ്ലേസും കാര്യങ്ങളൊന്നും മാറ്റം വരുന്നില്ല. ഡ്യൂറേഷനിൽ ആണ് മാറ്റം വരുന്നത്. BASLP 3 വർഷത്തെ പഠനം പ്ലസ് 1 year ഇന്റേൺഷിപ്പ് വരുന്ന സമയത്ത് BOT കംപ്ലീറ്റ് 4 വർഷത്തെ പഠനം, അതിന്റെ പുറമെ ഒരു 6 മാസത്തെ ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്. ഫിസിയോതെറാപ്പി പോലെ തന്നെയാണ് BOTയുടെ ഡ്യൂറേഷൻ വരുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് പ്രോഗ്രാമിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് ഉണ്ട്. BOT കഴിഞ്ഞതിന് ശേഷം MOT ചെയ്യാൻ പറ്റും. മാസ്റ്റേഴ്സ് ഇൻ ഒക്യുപ്പേഷണൽ തെറാപ്പിയിൽ ഒരുപാട് ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ BASLP കഴിഞ്ഞതിന് ശേഷം MASLP ചെയ്യാൻ പറ്റും. അതിൽ ഓഡിയോളജി ചെയ്യാൻ പറ്റും, സ്പീച്ച് തെറാപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി പറയുമ്പോൾ ഇത് നമുക്ക് ആർക്കും ഈ രണ്ട് കോഴ്സും കമ്പയർ ചെയ്തിട്ട് ഇതാണ് ബെറ്റർ, ഇതിനാണ് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇതിനാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളതെന്നൊന്നും പറയാൻ പറ്റൂല. കാരണം അത്ര സീറ്റ് ഇല്ല നമ്മുടെ നാട്ടിൽ. ഇതൊരു കമ്പാരിസൺ ചെയ്യാൻ മാത്രമുള്ള കോഴ്സ് അല്ല. നിങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് പേഷ്യൻസിനെയാണ് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ താല്പര്യം, നിങ്ങൾക്ക് കേൾവി ശക്തിയും സംസാരശേഷിക്കും ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനെയോ അല്ലെങ്കിൽ കുട്ടികളെയോ പേഷ്യൻസിനെയോ ട്രീറ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രോഗ്രാം BASLP, ബാച്ചുലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന് പറയും. അതല്ല, നിങ്ങൾക്ക് ഒക്യുപ്പേഷനുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ്, അല്ലെന്നുണ്ടെങ്കിൽ കൈകാലികൾ നഷ്ടപ്പെട്ടു പോയി
അല്ലെങ്കിൽ സ്പൈൻ ഇഞ്ചുറി വന്നു കഴിഞ്ഞതിന് ശേഷം തളർന്നു പോകാന്നൊക്കെ പറയും. അപ്പൊ ഇതുപോലെ ഒക്യുപ്പേഷൻ എന്തെങ്കിലും ദൈനംദിനമായിട്ട് നമ്മൾ ചെയ്യുന്ന പല ഒക്യുപ്പേഷൻസും ചെയ്യാൻ പ്രയാസപ്പെടുന്ന പേഷ്യൻസിനെ ചികിത്സിക്കാൻ അവർക്ക് ഒക്യുപ്പേഷൻസ് പഠിപ്പിച്ചു കൊടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് BOT ആണ്. ഇത് രണ്ടും മാത്രം നോക്കിയാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടിലും കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് കോഴ്സിനെ കുറിച്ചിട്ടും ഇൻഡെപ്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഇത് രണ്ടും കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പ്രോഗ്രാമിന്റെയും സിലബസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പൊ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന മേഖല ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. രണ്ട് പ്രോഗ്രാമും നല്ല പ്രോഗ്രാമാണ്. BOT ആണെങ്കിലും BSLP ആണെന്നുണ്ടെങ്കിലും സൂപ്പർ ഗുഡ് ജോബാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഓഫർ ചെയ്യുന്നത്. ലോകത്തെ എവിടെ പോയാലും ജോലി ചെയ്യാൻ പറ്റുന്ന രണ്ട് പ്രോഗ്രാമാണ് BOT ആൻഡ് BSLP എന്ന് പറയുന്നത്. അപ്പോൾ അധികം കൺഫ്യൂഷൻ ആവേണ്ട, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക. കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വാട്സ്ആപ്പ് കരിയർ ഗൈഡൻസ് ചാനലിലും ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തോളൂ. ഒരുപാട് കോഴ്സസിന്റെ ഡീറ്റെയിൽസും എൻട്രൻസ് എക്സാംസ് അഡ്മിഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.